നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫസ്റ്റ് ടെസ്റ്റ് മാച്ചിന്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് രാവിലെ 9:30-ക്കാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും കാണാനുള്ള ടൈം കുറവാണ്. മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഡാറ്റ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ദ പിച്ച് സ്റ്റാറ്റ്സ്, പിന്നെ ഈ ഒരു മാച്ചിൽ ഹിറ്റ് ആവാൻ പോകുന്ന കുറച്ച് പ്ലേയേഴ്സ് ഇൻഫർമേഷനും. സോ അധികം ഡിലേ ആക്കുന്നില്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫോം ഗെയിമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 5 കംപ്ലീറ്റഡ് മാച്ചസിന്റെയാണ്. ഓസ്ട്രേലിയ എല്ലാ മാച്ചസിലും വിൻ ചെയ്തിട്ടുണ്ട്. വിൻ 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 വിൻ. ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ലോസ് ലോസ് വിൻ വിൻ വിൻ. സോ മോസ്റ്റ് അവൈറ്റഡ് ടെസ്റ്റ് മാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 17 ഡിസംബറിന്. വിരാട്ടിന്റെ ടീമിന് ആക്ച്വലി ഒരു ലീഡ് എടുത്തിട്ട് തിരിച്ചു പോകണം. കാരണം ഹി ഈസ് ഡിപ്പാർട്ടിംഗ് ടു ഇന്ത്യ ഫോർ ദ ബർത്ത് ഓഫ് ഹിസ് ചൈൽഡ് ആഫ്റ്റർ ദിസ് മാച്ച്. സോ ഓസ്ട്രേലിയ നമുക്ക് അങ്ങനെ എഴുത്തള്ളാൻ പറ്റത്തില്ല. ദേ ആർ ബാറ്റിംഗ് ഓൺ ദ ഹോം സോയിൽ, സോ ഇറ്റ് ഈസ് വെരി ടഫ് ഫോർ ഇന്ത്യ ടു ബീറ്റ് ദം. ഇനി രണ്ട് ടീംസിനും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് പെയർ പറയാൻ പറ്റത്തില്ല. ബട്ട് ദോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് സം ഓപ്പണിംഗ് പെയർ നമുക്ക് മനസ്സിലാക്കാം. ബട്ട് ഇതുവരെയും ഫിക്സ് ആയിട്ടില്ല. കാരണം ഡ്യൂ ടു സം ഇഞ്ചുറീസ് ആൻഡ് റോൾ, ഈവൻ ഓസ്ട്രേലിയക്കും കുറേ ഇഞ്ചുറീസ് കേസ് ഉണ്ട്. ഓസ്ട്രേലിയ ലൈക്ലി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ബേൺസും വെയ്ഡും വെച്ചിട്ടായിരിക്കും. ടീംസിന്റെ മിഡിൽ ഓർഡർ വളരെയധികം സോളിഡ് ആണ്. കാരണം ലബുഷാഗിനെ സ്മിത്തും വൺ ഹെൽ ഓഫ് എ പ്ലെയർ. രണ്ടുപേരും പിച്ചിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയേഴ്സ് ആണ്. ഇവർ രണ്ടുപേരും ഔട്ടാക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്, ദുഷ്കരമാണ്. ഇനി ഗ്രീൻ ഓൾ സെറ്റ് ടു മേക്ക് ഹിസ് ടെസ്റ്റ് ഡെബ്യൂട്ട്. ട്രാവിസ് ഹെഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല താഴെ ഒരു അഗ്രസീവ് റോളിന് വേണ്ടിയിട്ടാണ്. ഇനി പേഴ്സർ റോളായിട്ടുള്ള സ്റ്റാർ കമ്മിൻസ്, ഹേസൽവുഡ്, പിന്നെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നല്ല റെക്കോർഡ്സ് ഉള്ള ലയണും കൂടി ആകുമ്പോൾ വളരെയധികം ടഫ് കോമ്പറ്റീഷനാണ്. ഇന്ത്യക്ക് വളരെയധികം ഹാർഡാണ് ഈ ഒരു മാച്ചിൽ ജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ. ഓൺ ദ അതർ സൈഡ് ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മയങ്കും ഷോയും ആണ് ഓപ്പണേഴ്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മിഡിൽ ഓർഡറിലുള്ളത് പുജാര, കോഹ്ലി, യാതൊരു ഡൗട്ടും ഇല്ല. ദേ ആർ ദ കോർ പാർട്ട് ഓഫ് ദ ബാറ്റിംഗ് യൂണിറ്റ്. അത് എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ വിഹാരിയും റഹാനെയാണ് ദാറ്റ് ആർ ദ പ്ലേയേഴ്സ് ഹു ക്യാൻ പ്ലേ വെൽ ഇൻ പ്രഷർ സിറ്റുവേഷൻസ്. വിഹാരി ആൻഡ് റഹാനെ ക്യാൻ ബി ദ എക്സ് ഫാക്ടർ ടു. സാഹ പ്ലേയിങ് ലെവലിൽ ഉറപ്പായിട്ടും തന്നെ ഉണ്ട്. സോ ഈ ഒരു മാച്ചിൽ പുള്ളിയുടെ പൊസിഷൻ സിമെന്റ് ചെയ്യാൻ വേണ്ടി ഇംപ്രസീവ് പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. ഇനി എക്സ്പീരിയൻസ് ബൗളറായിട്ടുള്ള അല്ലെങ്കിൽ സോൾ സ്പിന്നറായിട്ടുള്ള അശ്വിനാണ്. ഹീൽ പ്ലേയേഴ്സ് ആൻ ഓൾറൗണ്ടർ റോൾ ടു. പേസേഴ്സ് ആയിട്ടുള്ള ഷാമിയും ബുംറയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിസൾട്ട്. ഈ ഒരു റിസൾട്ടിനെ ബാധിക്കുന്നത് ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് ആണ്. ഇനി ഉമേഷ് ഒരു തേർഡ് പേസറാണ്. ഉമേഷിനെ എല്ലാവരും ഇഗ്നോർ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് ഉമേഷ് ക്യാൻ ബി എൻ എക്സ് ഫാക്ടർ ടു. കാരണം ഉമേഷിന് ഓസ്ട്രേലിയയിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട്. അത് മാത്രമല്ല നമ്മളെല്ലാവരും തഴഞ്ഞിട്ടേക്കുന്ന പ്ലെയേഴ്സാണ് എപ്പോഴും പെർഫോം ചെയ്യുന്നത്. സോ ഉമേഷിനെ നിങ്ങൾ ഒരു കണ്ണ് വെച്ചോളണം. മാച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫസ്റ്റ് ടെസ്റ്റ് മാച്ച് ആണ് തേഴ്സ്ഡേ 17 ഡിസംബർ 2:30 ലോക്കൽ ടൈം ആണെങ്കിലും 9:30 AM ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. ഇതൊരു ഡേ നൈറ്റ് മാച്ച് ആണ്, അത് പറയാൻ വിട്ടുപോയി. അഡിലൈഡ് ഓവൽ, അഡിലൈഡിൽ തന്നെയാണ് മാച്ച് നടക്കാൻ പോകുന്നത്. സോ പിച്ചിന്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഗ്രാസ് ഉണ്ട്. ബട്ട് കൊക്കാബുറ ബോൾസ് അധികം കൺസിഡറബിൾ അഡ്വാൻസ്മെന്റ്സ് നടത്തിയിട്ടില്ല. ഗ്രീനറിയുടെ ഒരു വലിയൊരു സ്കെയർ ബാറ്റ്സ്മാന് അനുഭവിക്കേണ്ടി വരത്തില്ല. ബട്ട് സ്റ്റിൽ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് മൂവ്മെന്റ് ഏർലി ഓൺ. ഒത്തിരിയധികം മൂവ്മെന്റ്സ് പേസിംഗ് സ്വിംഗ് ബൗളേഴ്സിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇനി റെയിൻ്റെ ചെറിയൊരു ചാൻസസ് ഉണ്ട്. പാസിംഗ് ഷവർ ആയിരിക്കാം. ബട്ട് ഈ ഒരു ടെസ്റ്റ് മാച്ചിൽ റെയിൻ കംപ്ലീറ്റ് ആയിട്ട് സ്പോയിൽ ചെയ്യുമെന്നുള്ള യാതൊരു പ്രിഡിക്ഷൻസും ഇല്ല. സോ ജസ്റ്റ് ഒരു ഡിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ സ്റ്റാറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിന്റെ ആവറേജ് ഇൻ ഡേ നൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ഈസ് 19.23 with a strike rate of 35.6. He has 42 wickets. 17% of his overall tally from 7 matches is clear. Is a present danger to anyone with a bat in hand. So Mitchell Starc is a very good option. India will look to R Ashwin to keep things tight. കാരണം ക്വിക്ക് ബോളേഴ്സിന് ഒരല്പം റെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആർ അശ്വിൻ മാത്രമേ ഉള്ളൂ അവർക്ക് ചെയ്യാനായിട്ട്. വിഹാരിക്കും ചെറിയൊരു പാർട്ട് ടൈം ബൗളിംഗ് ചെയ്യാം. ബട്ട് ടീം കൂടുതൽ ഉറ്റുനോക്കുന്നത് ആർ അശ്വിന്റെ പെർഫോമൻസ് ആണ്. ബട്ട് ഓഫ് സ്പിന്നർ ഹാസ് ഓൾവേസ് ബീൻ ഗ്രേറ്റ് ഇൻ ഓസ്ട്രേലിയൻ കണ്ടീഷൻ. ഹാസ് ആവറേജ് ഓഫ് 48 ആൻഡ് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 94 ഓൺലി. പക്ഷേ ഇൻ ദ എയർ ബാറ്റ്സ്മാനെ ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് അശ്വിൻ. സോ ഈ ഒരു പിച്ചിൽ അത്രയധികം ഹെൽപ്ഫുൾ സ്പിന്നേഴ്സിന് ഉണ്ടാവുന്നുള്ള അറിയത്തില്ല. ഈ ഒരു പാറ്റേണിൽ ലയണിനെ പോലത്തെ പ്ലെയേഴ്സിന് ഉറപ്പായിട്ടും ഇത് കിട്ടും. പക്ഷേ അശ്വിനെ ടൈപ്പ് ഓഫ് ബൗളിങ്ങിന് ഈ ഒരു പിച്ച് സ്യൂട്ട് ആവുന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ബട്ട് എനിവേ വി വിൽ സീ എ മച്ച് ഇംപ്രൂവ്ഡ് ബൗളർ ഇൻ ദിസ് ടൂർ.
In Australia will be playing their 8th day night test and they are never lost one of these things. In India will be playing only their second, having only introduced to the format last year. So Australia day and night matches കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. ടീം ന്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് വാർണർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിറ്റിൽ ലൈറ്റ് ടോപ്പ് ഓഫ് ദ ഓർഡർ. പക്ഷേ they have decided to trust the incumbent Burns. ജോയ് ബേൺസ് എന്ന് പറഞ്ഞാൽ ഹീസ് എ ഫൈറ്റർ. നമ്മൾ പ്രാക്ടീസ് മാച്ച് ഓക്കെ പുള്ളി ഫ്ലോപ്പ് ആയിരുന്നു, ബട്ട് ബേൺസ് ഈസ് എ വെരി ഗുഡ് പ്ലെയർ. മാത്യു വെയ്ഡിന്റെ ഒരു മാത്യു വെയ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ്. ഓൾസോ ബ്രിങ് ഇൻ ഹൈലി റേറ്റഡ് യങ് ഓൾറൗണ്ടർ ക്യാമറോൺ ഗ്രീനിന് പ്രാക്ടീസ് മാച്ചിലാണെങ്കിൽ നല്ല റെക്കോർഡ്സ് ഉണ്ട് ടു ഹെൽപ്പ് ദ ബാലൻസ് 11. ഇനി പ്രോബബിൾ 11 ഓസ്ട്രേലിയയുടെ ജോയ് ബേൺസ്, മാത്യു വെയ്ഡ്, മാർണസ് ലംബുഷാഗ്നെ, സ്റ്റീവൻ സ്മിത്ത്, ട്രാവിസ് ഹെഡ്, ക്യാമറോൺ ഗ്രീൻ, ടിം പെയിൻ, പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹേസൽവുഡ് ആൻഡ് നദർ ലയൺ. രോഹിത് ശർമ്മ ഈ ഒരു മാച്ചിൽ കളിക്കത്തില്ല, അതെല്ലാവർക്കും തന്നെ അറിയാം. പൃഥ്വി ഷാ ആയിരിക്കും പുള്ളിയുടെ ചാൻസസ് ടേക്കപ്പ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഹിസ് ഇംപ്രസീവ് സ്ട്രോക്ക് പ്ലേ ആൻഡ് ബിൽഡിംഗ് അപ്പ് ന്യൂ ബോൾ പ്രഷർ ആൻഡ് ടു കൗണ്ടർ ദ ന്യൂ ബോൾ പ്രഷർ. പക്ഷേ പൃഥ്വി ഷായ്ക്ക് കാര്യങ്ങൾ അത്രയും ഈസി ആയിരിക്കത്തില്ല. എല്ലാവർക്കും അറിയാം പൃഥ്വി ഷായ്ക്ക് ഇൻകമിംഗ് ബോൾസിനും ഷോർട്ട് പിച്ച് ബോൾസിനും ഒക്കെ ഒത്തിരിയധികം വീക്ക്നെസ് ഉണ്ട്. ഇനി പിച്ചിൽ ഒത്തിരിയധികം മൂവ്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ പൃഥ്വി ഷാ ഹാസ് ടു പ്ലേ എ ഡീസെന്റ് റോൾ, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം, എന്നിട്ട് വേണം മാക്സിമം ഷോട്ട്സ് കളിക്കാനായിട്ട്. ഇഷാന്ത് ശർമ്മ വാസ് ഇഞ്ചർഡ് ഡ്യൂറിംഗ് ദ IPL ആസ് വെൽ ആൻഡ് ഹിസ് കൺട്രോൾ ആൻഡ് ലീഡർഷിപ്പ് വിൽ ബി റിയലി മിസ്ഡ് ഇൻ ദിസ് സീരീസ്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മയങ്ക് അഗർവാൾ, പൃഥ്വി ഷാ, ചേതേശ്വർ പുജാര, വിരാട് കോഹ്ലി, അജിൻക്യർ ഹാനെ, ഹനുമ വിഹാരി, വൃത്തിമൻ സാഹ, ആർ അശ്വിൻ, ഉമേഷ് യാദവ്, മുഹമ്മദ് ഷാമി ആൻഡ് ജാസ്പ്രീത് ബുംറ. ഇതൊരു കൺഫേംഡ് പ്ലേയിങ് 11 ആണ്. ഇനി ടോപ്പ് പിക്സ് പറയാനായിട്ട് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്റ്റീവൻ സ്മിത്ത് ആണ്. വിത്തൗട്ട് എ ഡൗട്ട് ഹി ഹാസ് സ്കോർഡ് 212 runs in 6 day-night matches at Adelaide Oval and be crucial for any team. Virat Kohli has been the best batsman for India and even in this day-night test match he will play a huge role. Mitchell Starc and Mohammad Shami deadly bowlers are when it comes to bowling with pink ball. So these 4 players can give a lot of points in fantasy match. സോ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ സെലക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനിലെ സ്റ്റീവൻ സ്മിത്ത്, വിരാട് കോഹ്ലി, മിച്ചൽ സ്റ്റാർക്ക്. വൈസ് ക്യാപ്റ്റൻ ആണെങ്കിൽ മുഹമ്മദ് ഷാമി, ചേതേശ്വർ പുജാര ആൻഡ് പാറ്റ് കമിൻസ്. പ്രോ ടിപ്പ് ഫസ്റ്റ് പറയാനുള്ളത്, ഇഫ് ക്യാമറൺ ഗ്രീൻസ് കളിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ലീഗ് ടീമിൽ മാസ്റ്ററായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇൻ 2 to 3 ടീംസ് 11 ടീംസ് വെച്ച് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. So it is better to prefer 5 to 6 bowlers in your fantasy team given the advantage in the pitch. ഒത്തിരിയധികം മൂവ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ 5 to 6 ബൗളേഴ്സിനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. GL ഇറ്റ് ഈസ് പ്രിഫർഡ്. നിങ്ങൾ SL ആണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുപോകാം. ഇനി ഓസ്ട്രേലിയ തന്നെയായിരിക്കും ഈ ഒരു മാച്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് വിൻ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ. കാരണം ഓൾ ദ സ്റ്റാറ്റ്സ് ബിഫോർ ഹാവ് ടോൾഡ് യു, ബിക്കോസ് ഓസ്ട്രേലിയക്ക് ഒത്തിരിയധികം എക്സ്പീരിയൻസ് ഉണ്ട് ഡേ നൈറ്റ് കളിച്ചതിൽ. പിന്നെ അഡിലേഡ് ഓവലിൽ ഒത്തിരിയധികം ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഹോം സോയിലാണ്. സോ ഇത്രയധികം കാര്യങ്ങൾ മതി ഓസ്ട്രേലിയ ഈ ഒരു മാച്ചിൽ ജയിക്കാനായിട്ട്. സോ ഇന്ത്യക്ക് വളരെയധികം എക്സ്ട്രാordinary പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു മാച്ചിൽ ജയിക്കാനായിട്ട്. പ്ലെയർ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ മാർക്കസ് ലംബുഷാഗിനെ ടാലന്റഡ് ബാറ്റ്സ്മാൻ ഹാസ് ബീൻ ടെറിഫിക് ഇൻ ലോങ്സ്റ്റ് ഫോർമാറ്റ് ഓഫ് ദ ഗെയിം സിൻസ് ഹിസ് ഡെബ്യൂട്ട് ഇൻ 2018. He has shown enough capability to be the captain of Australia versus India Dream 11 captain prediction. So test career record നോക്കുകയാണെങ്കിൽ 1459 runs, batting average is 63.43, is a very deadly player. Ajinkya Rahane, he has scored a century against Australia in the first practice match. ഒത്തിരിയധികം എക്സ്പീരിയൻസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്, ലോങ് മാച്ചസ്, ടെമ്പർമെന്റ് ഒത്തിരിയധികം ഉണ്ട് അജിൻക്യ റഹാനെ എന്നൊരു പ്ലെയറിൽ. ടെസ്റ്റ് കരിയർ റെക്കോർഡ് ഒക്കെ എങ്കിൽ 4203 runs ആണ്, ബാറ്റിംഗ് ആവറേജ് ഓഫ് 42.88. വിരാട് കോഹ്ലി, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഇന്ത്യൻ ടീം ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ ഫാന്റസി മാച്ചസ്, ഓൾസോ ഇസ് ആൻ എംപ്രസീവ് റൺ ഇൻ ദ ലിമിറ്റഡ് ഓവേഴ്സ് ഫോർമാറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ടീം. ടെസ്റ്റ് കരിയർ റെക്കോർഡ് 7240 runs, batting average of 53.62. Steven Smith, naturally suited for the longest format of the game, good vice captain and captain pick. ഗുഡ് ഫ്രെയിം ഓഫ് മൈൻഡ്, ട്രാക്ക് റെക്കോർഡ്, ടെസ്റ്റ് ഫോർമാറ്റിലെല്ലാം വളരെയധികം ഇംപ്രസീവ് ആണ്. കോർ പാർട്ട് ഓഫ് ബാറ്റിംഗ് യൂണിറ്റ്, ഇംപ്രസീവ്, ഒത്തിരിയധികം പോയിന്റ്സ് നിങ്ങൾക്ക് തരും. ടെസ്റ്റ് കരിയർ റെക്കോർഡ് ഈസ് 7227 runs, ആവറേജ് ഓഫ് 62.84. ചേതേശ്വർ പുജാര, എല്ലാവരും ദ്രാവിഡിനെ പോലെയാണ് കമ്പയർ ചെയ്യുന്നത്. പുജാര ക്യാൻ ബി ദ വാൾ ഓഫ് ഇന്ത്യ. അങ്ങനെ ഒരു പെർഫോമൻസ് വേണ്ടി വരണം ഈ ഒരു ഓസീസിനെതിരെ ജയിക്കണം എന്നുണ്ടെങ്കിൽ. ഹി ഹാസ് ഷോൺ ദ റൈറ്റ് എമൗണ്ട് ഓഫ് പേഷ്യൻസ്, ഫ്ലോ ഓഫ് റൺസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഹി ക്യാൻ ബി എ വൈസ് ക്യാപ്റ്റൻ ഓഫ് യുവർ ഫാന്റസി ടീം. ടെസ്റ്റ് കരിയർ റെക്കോർഡ് ഓഫ് 5840 runs, batting average of 48.66. Nathan Lyon, a player who is the third lead wicket taker in 85 wickets in India-Australia Test matches history, can be a good pick with his accuracy and experience. Test career record 390 wickets, batting average is 31.58. Sorry, bowling average. I'm sorry.
ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. റിസ്കി പിക്സ് നോക്കുകയാണെങ്കിൽ മയങ്ക് അഗർവാൾ ദ ഓപ്പണർ ഓഫ് ദ ഇന്ത്യൻ ടീം ഹാസ് ബീൻ ഇൻ ഗുഡ് ഫോം ദിസ് ഇയർ എസ്പെഷ്യലി ഇൻ IPL. നമ്മുടെ പ്രാക്ടീസ് മാച്ചും കളിച്ചായിരുന്നു. ഹി ഹാസ് സ്കോർഡ് 61 runs in second innings. I would like to maintain the same form. Batting average of 57.29, test record 974 runs. ട്രാവിസ് ഹെഡ് എല്ലാവരും മിസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആണ്. എ കാം ഹെഡഡ് പ്ലെയർ ഹു ഹാസ് ഷോൺ ഇനഫ് പ്രോമിസ് ഇൻ ദ ലോങ്സ്റ്റ് ഫോർമാറ്റ് ഓഫ് ദ ഗെയിം ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക് ഇൻ ദിസ് ഫസ്റ്റ് മാച്ച്. He will be playing in his home ground. Test career record 1091 runs and batting average of 41.96. He is an all-rounder too. Travis Head, he can spin something. So Travis Head is a decent pick for GL. സോ ഇതാണ് എൻ്റെ ഒരു ബേസ് ടീമായിട്ട് ഞാൻ പോകുന്നത്. ഒരല്പം അൺഓർത്തഡോക്സ് ആണ്. എൻ്റെ വിക്കറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ മാത്യു വെയ്ഡ് ആണ്. അവിടെ ബാറ്റ്സ്മാനായിട്ട് ലംബുഷാഗിനെയും അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്തിനെയാണ് ഇട്ടിരിക്കുന്നത്. ജോയ് ബേൺസിനെ അവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ജോയ് ബേൺസിൽ പോകാം, ബട്ട് ജോയ് ബേൺസ് നമുക്ക് SL പ്രിഫർ ചെയ്യേണ്ട കാര്യമല്ല. പിന്നെ വിരാട് കോഹ്ലി ആൻഡ് അജിൻക്യ രഹാനെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം ക്രെഡിറ്റ് ഇഷ്യൂസ് ആണ്. കാരണം പുജാര 10 ആണ് നമ്മുടെ ക്രെഡിറ്റ് വരുന്നത്. സോ ലൈക്ക് ഫോർ ലൈക്ക് എന്നുള്ള രീതിയിൽ ചേതേശ്വർ പൂജാരയ്ക്ക് പകരം അജിൻക്യ രഹാനെ ഇട്ടിരിക്കുന്നത്. ബട്ട് ചേതേശ്വർ പൂജാരയെ അവോയ്ഡ് ചെയ്യുന്നത് റിസ്ക്കിയാണ്. ബട്ട് അജിൻക്യ രഹാനെ ക്യാൻ ബി ആൻ എക്സ് ഫാക്ടർ ടു. സോ അതുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓൾറൗണ്ടേഴ്സിൽ ഞാൻ 3 പേരെ എടുത്തിട്ടുണ്ട്. അതായത് അശ്വിൻ, വിഹാരി ആൻഡ് ട്രാവിസ് ഹെഡ്. എഗെയിൻ റിപ്പീറ്റിംഗ്, ട്രാവിസ് ഹെഡ് ആൻഡ് വിഹാരി ക്യാൻ ബി റിസ്കി. പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ഒത്തിരിയധികം താഴെ പോകും, ഒത്തിരിയധികം വിക്കറ്റ്സ് പോകും എന്നുള്ള രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സാണ് വിഹാരി ആൻഡ് രഹാനെ. സോ ആ ഒരു രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ട്രാവിസ് ഹെഡ് ഒരു അഗ്രസീവ് റോൾ ആയിരിക്കും കളിക്കാൻ പോകുന്നത്. ബൗളിംഗിൽ 1-2 വിക്കറ്റ് കിട്ടിയാലായി. പിന്നെ ബൗളിംഗ് ഓപ്ഷനിൽ ഞാൻ സ്റ്റാർക്കിനെയും ലയണിനെയാണ് എടുത്തിരിക്കുന്നത്. കാരണം ലയണിന്റെയും സ്റ്റാർക്കിന്റെയും റെക്കോർഡ്സ് വളരെയധികം ഡീസൻ്റ് ആണ്. ലയൺ അഗൻസ്റ്റ് ഇന്ത്യ ആൻഡ് മിച്ചൽ സ്റ്റാർക്ക് അഗൻസ്റ്റ് ടോട്ടൽ ഇൻ ഡേ നൈറ്റ് മാച്ചസ്. പിന്നെ മുഹമ്മദ് ഷാമിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. മുഹമ്മദ് ഷാമി 8.5 ക്രെഡിറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയർ ആണ്. ജാസിൽ ബുംറയെക്കാളും കുറച്ചും കൂടെ റെക്കോർഡ്സ് ഉള്ളത് മുഹമ്മദ് ഷാമിയാണ്. ബട്ട് ജാസിൽ ബുംറ റെക്കോർഡ്സ് ഉണ്ട്. ബട്ട് അവൈലബിൾ ക്രെഡിറ്റ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ ടീം ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ഇവിടെ. ക്യാപ്റ്റൻ സ്റ്റീവൻ സ്മിത്തും വൈസ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. സോ ഈ ഒരു സെക്ഷൻ വളരെയധികം ക്രൂഷ്യലാണ്. പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. സ്റ്റീവൻ സ്മിത്തിന്റെ ആവറേജ് 84.05 അഗൻസ്റ്റ് ഇന്ത്യ. ഹിസ് എ ഡീസന്റ് ഓപ്ഷൻ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇനി വിരാട് കോഹ്ലി ഹാവ് 3 centuries ടു ഹിസ് നെയിം ഇൻ അഡ്ലൈഡ് ഓവൽ. ഡേ നൈറ്റ് മാച്ചസ് അല്ല, ടോട്ടലി അഡ്ലൈഡ് ഓവലിൽ 3 centuries ഉണ്ട് ടു ഹിസ് നെയിം. Average of Pujara in border Gavaskar series last year 2018-19 74.4 ആണ്. സോ പുജാര ഇസ് എ ഡീസന്റ് ഓപ്ഷൻ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പുജാരയുടെ നിങ്ങൾക്ക് ക്രെഡിറ്റ് സഫീഷ്യന്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ പുജാര നിങ്ങൾ ഇടുക. ലയൺ 85 വിക്കറ്റ്സ് ആണ് ഞാൻ അഗൻസ്റ്റ് ഇന്ത്യ ഇട്ടിരിക്കുന്നത്. സോ ആ ഒരു റെക്കോർഡ് വെച്ചിട്ടാണ് ഞാൻ ലയൺ എടുത്തിരിക്കുന്നത്. Bumrah have taken 21 wickets in border Gavaskar series 2018-9. So Bumrah is also a decent option, but credit is an issue. Key battles ഫസ്റ്റ് പറയാൻ പോകുന്നത് സ്മിത്ത് വേഴ്സസ് ഷാമി. 6 innings 112 runs 1 dismissal, average of 112. സ്മിത്ത് വേഴ്സസ് അശ്വിൻ 14 innings 348 runs but 3 dismissals, average of 116. Pujara versus Lions, highest dismissal 23 innings 420 runs 9 dismissals, average of 46.66. Kohli versus Lion 24 innings 384 runs 7 dismissals, average of 54.85. Rahane versus Lion 23 innings 264 runs 9 dismissals, average of 29.33. So Pujara, Kohli and Rahane എല്ലാവർക്കും എതിരെ 9, 7 and 9 consecutive innings dismissals on the Lion. So Lion can be a huge differential pick for this match. സോ ക്രിക്ക് മെട്രിക് എന്ന സൈറ്റ് കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് അറിയത്തില്ല. സോ ഇതിൽ നിന്ന് ഒത്തിരിയധികം റെക്കോർഡ്സ് സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. സോ റീസെന്റ് ഫോം ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഹെഡ് ടു ഹെഡിൽ ലാസ്റ്റ് 5 yearsൽ ടോപ്പായിട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ് 4, ഓസ്ട്രേലിയ 2 ആണ്. സോ ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് ടെസ്റ്റ് സ്കോർ അഡിലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 വളരെയധികം ഡൗൺ ആയിരുന്നു. ബട്ട് 2019 ആയപ്പോൾ അറൌണ്ട് 589 റൺസ് അഡിലൈഡിൽ. സോ ഔട്ട്കം ഓഫ് ടെസ്റ്റ് മാച്ചസ് അഡ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഹാസ് വോൺ 75% ഓഫ് ദ മാച്ചസ് ആൻഡ് ടീം ബാറ്റിംഗ് സെക്കൻഡ് ഹാസ് വോൺ ജസ്റ്റ് 25% ഓഫ് ദ മാച്ചസ്. ഇനി ആവറേജ് വേഴ്സസ് എക്കണോമി ഫോർ ബൗളേഴ്സ് അറ്റ് അഡ്ലൈഡ് ഓവൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഫാസ്റ്റ് ബൗളേഴ്സ് ഹാസ് ആൻ ആവറേജ് അറൌണ്ട് 20-22 റേഞ്ച് വിത്ത് എ ഡീസെന്റ് എക്കണോമി. അതുപോലെ മീഡിയം ബൗളേഴ്സിനും കുറച്ചും കൂടെ ഡീസെന്റ് ആണ്. അറൌണ്ട് 25 മുകളിലാണ് അവരുടെ ആവറേജ്. ഈവൻ ഓഫ് ബ്രേക്കിനും മീഡിയത്തിനും ഒരേ രീതിയിലുള്ള economy and average ആണ്. But see this Chinaman bowlers has been struggled here. Around 75 ആണ് അവർ average. wickets വളരെയധികം rare ആണ്. അതുപോലെ തന്നെ economy on the higher side. So fast bowlers, medium and off break is the way to go. Chinaman bowlers അധികം ഇല്ല നമ്മുടെ മാച്ചിൽ നമുക്ക് പറയാനായിട്ട്. ബട്ട് സ്റ്റിൽ ഓഫ് ബ്രേക്ക്, മീഡിയം ആൻഡ് ഫാസ്റ്റ് ആണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു പിച്ചിലെ ലാസ്റ്റ് 5 years ഉള്ള ടെസ്റ്റിന്റെ റെക്കോർഡ്സ് ആണിത്. സോ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയി എനിക്കറിയാം. ബട്ട് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ഒരു ക്യാപ്സ്യൂൾ രൂപേണ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിൽ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.